സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സാധാരണക്കാർക്ക് 1000 രൂപ പ്രതിമാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ ഉണ്ടായിരുന്നു. 1000 രൂപ വീതം ഒന്നല്ല 2 ഗഡുക്കൾ വരെയാണ് പരമാവധി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി മുൻപുണ്ടായിരുന്ന സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഈ സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയൊരു പദ്ധതിയുടെ ആനുകൂല്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത്. ഇതിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 5 ലക്ഷം പേർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലെ പ്രതിമാസ ധനസഹായം അതിൽ 2 ഇൻസ്റ്റാൾമെന്റുകളാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്തത് മുൻപ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഭോക്താക്കൾക്കാണ്. എന്നാൽ 8-ാം തീയതി ആയപ്പോഴേക്കും നാളിതുവരെ അത് ലഭിക്കാതിരുന്ന എന്നാൽ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 30,000-ഓളം വരുന്ന ഗുണഭോക്താക്കൾ അപേക്ഷ വച്ചിരിക്കുകയാണ്. അവരുടെ വേരിഫിക്കേഷൻ പല ഘട്ടങ്ങളിലാണ് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 1 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കി 4 ലക്ഷം പേരുടെ ഒഴിവുകൾ ഇനിയും കിടക്കുകയാണ്. +2 കോഴ്സുകൾ കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ PG കോഴ്സുകളെല്ലാം കഴിഞ്ഞ ശേഷം സർക്കാർ ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷകളൊക്കെ നേടുന്നവർക്ക് ഈ ഒരു 1000 രൂപ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും. 12 മാസത്തേക്കുള്ള സാമ്പത്തിക ധനസഹായമാണ് ലഭിക്കുക. കുടുംബവാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ ആയിരുന്നാൽ മതി. APL BPL വ്യത്യാസമില്ലാതെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ വയ്ക്കാം. മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന വ്യവസ്ഥ കൂടിയുണ്ട്. ആധാർ, കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ സാക്ഷ്യപത്രങ്ങളും വച്ച് അപേക്ഷകൾ സമർപ്പിക്കാം. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.